Hi, welcome to my channel English B, an effort for education. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ BA ഇംഗ്ലീഷ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഈ ചാനൽ. BA സെക്കൻഡ് ഇയർ ക്ലാസ് ആണ് ഇപ്പോൾ നൽകുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. തോമസ് ഗ്രേ എന്ന പ്രശസ്തനായ കവിയുടെ 1751 രചിച്ച എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന കവിതയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എലജി എന്നാൽ മലയാളത്തിൽ നമ്മൾ വിലാപകാവ്യം എന്നൊക്കെ പറയുന്ന സംഭവമാണ് എലജി. എലജി ഈസ് എ സബ്ജക്റ്റീവ് ഫോം ഓഫ് പോയട്രി. ഭാവനാത്മകമായ ഒരു കവിതാരൂപമാണ് എലജി. It usually mourns the death of some near and dear one. മോൺസ് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അടുപ്പമുള്ളതുമായ ഒരാളുടെ മരണത്തിലാണ് ഈ കവിത രചിക്കപ്പെടുന്നത്. Hence it is called a mourning song or a song of lamentation. മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിക്കുക, ലാമൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിലാപം. അതുകൊണ്ട് തന്നെ ഇത് ശോകകാവ്യം അല്ലെങ്കിൽ വിലാപകാവ്യം എന്ന് അറിയപ്പെടുന്നു. ബിസൈഡ്സ് മോർണിംഗ് ദ ഡെത്ത് ഓഫ് സംവൺ, ദിസ് ഫോം ഓഫ് പോയട്രി ഈസ് ആൾസോ യൂസ്ഡ് ടു മോurn ദ ലോസ് ഓഫ് സംതിങ് ലൈക്ക് മോറൽ ആൻഡ് അതർ വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ സൊസൈറ്റി. ഒരാളുടെ മരണത്തിൽ ദുഃഖിക്കുന്നതിന് പുറമെ സമൂഹത്തിലെ ധാർമ്മിക വശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ദുഃഖം പ്രകടിപ്പിക്കാനും ഈ കവിതാരൂപം ഉപയോഗിക്കുന്നു. അതായത് എലജി എന്നുള്ളത് ഈ കവിത ഇത്തരം സാഹചര്യങ്ങളിലും എഴുതപ്പെടാറുണ്ട്. In this prescribed poem, Thomas Gray remembers the unknown villagers who lived unknown and died unsung. തോമസ് ഗ്രേയുടെ ഈ തന്നിട്ടുള്ള കവിതയിൽ സമൂഹത്തിൽ അറിയപ്പെടാതെ ജീവിക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്ത ഗ്രാമവാസികളെ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം ഈ കവിതയിലൂടെ അത്തരം ആളുകളെ ഓർത്തെടുക്കുകയാണ്. തോമസ് ഗ്രേ finds a place among the great poets not so much for his volume of poetry as for making a transition from the classical age to the romantics. 1716 ജനിക്കുകയും 1771 മരണപ്പെടുകയും ചെയ്ത തോമസ് ഗ്രേ എന്ന കവി മറ്റു മഹാന്മാരായ കവികൾക്കിടയിൽ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റു മഹാന്മാരായ കവികൾക്കിടയിൽ ഒരു പ്രമുഖ സ്ഥാനം കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിന് വേണ്ടിയല്ല, അതേ കൃതികളുടെ പേരിലല്ല, മറിച്ച് ക്ലാസിക്കൽ ഏജിൽ നിന്ന് റൊമാൻറ്റിക് ഏജിലേക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പരിവർത്തനം അദ്ദേഹം സാധ്യമാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരിൽ അല്ല അദ്ദേഹം കൂടുതലായിട്ടും അറിയപ്പെടുന്നത്, ഈ ക്ലാസിക്കൽ ഏജിൽ നിന്നും റൊമാൻറ്റിക് കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഉണ്ടായി. Though a classical poet, he stood apart from the rest of the poets in his school. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഒരു കവി ആയിരുന്നെങ്കിലും അദ്ദേഹം തൻ്റെ സമകാലികരിൽ നിന്നും വേറിട്ടു നിന്നു. Love of nature and warm sympathy for the common man asserted themselves in his poetry. പ്രകൃതി സ്നേഹവും ഊഷ്മളമായ സഹതാപവും അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉറപ്പിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു പ്രധാന വിഷയം പ്രകൃതി സ്നേഹവും ഊഷ്മളമായ ഈ സഹതാപവും, ഇവ രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രധാന കണ്ടന്റ്. His poetic input, though slender, won for him poet laureateship which he declined. അദ്ദേഹത്തിൻ്റെ കാവ്യ സംഭാവനകൾ വളരെ കുറവാണെങ്കിലും അദ്ദേഹം അവാർഡിന് പരിഗണിക്കപ്പെട്ടു, പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. To introduce the learners to Gray's most famous elegy, that contains many poetic passages of unsurpassed and haunting beauty, and make him understand
the universal theme of the inevitability of death and the simple joys and humble fate of the rustics whose poverty prevents them from developing their latent talents and becoming famous. അതിരു കടന്നതും നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നതുമായ സൗന്ദര്യത്തിൻ്റെ നിരവധി കാവ്യാത്മക ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കവിത പഠിതാവിനെ അതിൻ്റെ കൂടെ മരണത്തിൻ്റെ അനിവാര്യതയും, ഇന്നവിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനിവാര്യത, ഓഫ് ഡെത്ത് എന്ന മരണത്തിൻ്റെ അനിവാര്യത, ദരിദ്രരായതു കാരണം സമൂഹത്തിൽ ഉയർന്നു വരാൻ കഴിയാതെ പോയ ഗ്രാമീണരുടെ ലളിതമായ ജീവിതവും അവരുടെ സന്തോഷവും വിധിയും മനസ്സിലാക്കി തരുന്നു. ഈ കവിതയിലൂടെ അദ്ദേഹം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ പ്രകടമല്ലാത്ത. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കവിതയുടെ വരികളാണ്. ഇത് ഓൾഡ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ട രീതിയിൽ ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിവരണത്തിലേക്ക് കടക്കാം. തോമസ് ഗ്രേസ് എലജി ഇസ് നോട്ട് സ്ട്രിക്ട്ലി എലജിയക് ഇൻ ഫോം. കവിയുടെ ഈ എലജി, ഈ കവിത, ഈ രചന എലജി എന്ന കാവ്യരൂപത്തിൻ്റെ കൃത്യമായ രീതികൾ പാലിക്കുന്നില്ല. അതായത് കറക്റ്റായിട്ട് അതിൻ്റെ രീതി പാലിച്ചുകൊണ്ടല്ല അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുള്ളത്. This particular elegy mourns not the death of a friend but the death of poor people in general. ഈ കവിതയിൽ ദുഃഖം നിഴലിക്കുന്നത് ഒരു സുഹൃത്തിൻ്റെ മരണത്തിലല്ല, മറിച്ച് പൊതുവെ ദരിദ്രരുടെ മരണത്തിലാണ്. ഒരു വ്യക്തിയുടെ മരണത്തിലാണ് പൊതുവെ എലജി എഴുതപ്പെടാറുള്ളത്. പക്ഷേ ഈ കവിതയിൽ അങ്ങനെയല്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. The poet is seen sitting in the churchyard at Stockpogis, a village near Eton. കവി ഈറ്റൺ എന്ന സ്ഥലത്തിനടുത്തുള്ള സ്റ്റോക്ക്പോഗിസ് എന്ന വില്ലേജിലെ ഒരു പള്ളിമുറ്റത്ത് ഇരിക്കുന്നതായിട്ട് കാണാം. He is looking at the nameless graves under the rugged elms and yew trees of the churchyard. അവിടെ ശ്മശാനത്തിലെ പരുക്കനായ എൽംസ് മരത്തിൻ്റെ യു മരത്തിൻ്റെയും അടിയിൽ കിടക്കുന്ന പേരില്ലാത്ത ശവക്കുഴികളിലേക്ക് അദ്ദേഹം നോക്കുന്നു. ഈ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ സീനാണ് അദ്ദേഹം വിവരിക്കുന്നത്. The poet is saddened at the thought that these rustics, though gifted, did not shine. വിദ്യാഭ്യാസത്തിൻ്റെയും poet is saddened. Did not shine in society for want of opportunity and education. for want of എന്ന് പറഞ്ഞൊരു ഫ്രേസാണ്. അത് അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു. for want of opportunity and education, എഡ്യൂക്കേഷൻ്റെയും അവസരങ്ങളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും നല്ല അവസരങ്ങളുടെയും അഭാവം മൂലം ഒരുപാട് കഴിവുകളുണ്ടായിരുന്നിട്ടും സമൂഹത്തിൽ തിളങ്ങാനും ഉയർന്നു വരാനും കഴിയാതെ പോയ ഈ ഗ്രാമീണരുടെ, അതായത് ഈ മരണപ്പെട്ടു പോയ ഗ്രാമീണരുടെ അവസ്ഥയിൽ അദ്ദേഹം ദുഃഖിക്കുകയാണ്. otherwise they could have become poets, patriots and administrators. അല്ലാത്ത പക്ഷം അവർ കവികളും ദേശസ്നേഹികളും ഭരണാധികാരികളും ഒക്കെ ആയി മാറുമായിരുന്നു. ഇവർക്ക് അത്തരമൊരു സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ അവർ ഈ ഗ്രാമീണരുടെ ഇടയിൽ ഇത്തരം ആളുകൾ, അതായത് കവികളും ദേശസ്നേഹികളും ഭരണാധികാരികളുമൊക്കെ ഇവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുമായിരുന്നു. The poem ends with an epitaph that should be inscribed on his tomb. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ആലേഖനം ചെയ്യേണ്ട ഒരു എപ്പിറ്റാഫ് എന്ന് പറഞ്ഞാൽ ശീർഷകം, സമാധി ലേഖനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സമാധി ലേഖത്തോടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. അതായത് ഈ കവിതയുടെ ലാസ്റ്റിലെ 12 വരി അദ്ദേഹത്തിൻ്റെ കവിയുടെ തന്നെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ ആലേഖനം ചെയ്യേണ്ട വരികളായിട്ടാണ് അതിനെ അദ്ദേഹം
ആ അനുഭവത്തെയാണ് അദ്ദേഹം ആ 12 വരികളിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ഗ്രേസ് എലജി. Thomas Gray's Elegy is one of the most popular poems in the English language. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്നാണ് തോമസ് ഗ്രേയുടെ ഈ എലജി. As Dr. Johnson says, the poem abounds in images which find a mirror in every mind and sentiments to which every bosom returns an echo. ഓരോ മനസ്സിലും ഒരു കണ്ണാടി കണ്ടെത്തുന്നതും അല്ലെങ്കിൽ ഓരോ നെഞ്ചും ഒരു പ്രതിധ്വനി തിരികെ നൽകുന്നതുമായ കവിത എന്നാണ് ഡോക്ടർ ജോൺസൺ ഈ കവിതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ കവിതയുടെ പ്രാധാന്യത്തെയാണ് അദ്ദേഹം ഈ വരികളിലൂടെ സൂചിപ്പിച്ചതെന്ന്. തോമസ് ഹാരി ഹാസ് യൂസ്ഡ് ദ ടേം ഫാർ ഫ്രോം ദ മാഡിങ് ക്രൗഡ് ആസ് ദ ടൈറ്റിൽ ഓഫ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് നോവൽസ്. തോമസ് ഹാരി എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു നോവലിൻ്റെ തലക്കെട്ടായി ഈ കവിതയിൽ നിന്നുള്ള ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന ഈ സെൻറ്റൻസ് ഒരു തലക്കെട്ടായി ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. General Woolf is said to have repeated stanzas from the Elegy to his officers the night previous to the Battle of Quebec and to have added, "I would prefer being the author of the poem to the glory of beating the French." ജനറൽ വൂൾഫ്, സൈന്യാധിപനായിരുന്ന ജനറൽ വൂൾഫ്, ക്യൂബക് യുദ്ധത്തിൻ്റെ തലേന്ന് ഈ കവിതയിൽ നിന്നുള്ള വരികൾ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഉപയോഗിച്ചെന്നും, അതായത് അവരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ, അവരെ യുദ്ധത്തിന് സജ്ജമാക്കാൻ വേണ്ടി, അവരെ ആവേശം കൊള്ളിക്കാൻ ഈ കവിതയിൽ നിന്നുള്ള വരികൾ ഉപയോഗിച്ചെന്നും, ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചതിൻ്റെ മഹത്വത്തേക്കാൾ ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ അവരുടെ യുദ്ധത്തിൽ ഇവർ ഫ്രഞ്ചുകാരെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ തോൽപ്പിച്ചതിൻ്റെ മഹത്വത്തേക്കാൾ ഈ കവിതയുടെ രചയിതാവായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഈ ജനറൽ വൂൾഫ് യുദ്ധത്തിൽ വിജയം നേടിയതിനേക്കാളും ഉപരി ഈ കവിതയുടെ രചയിതാവായി അറിയപ്പെടാനാണ് ആഗ്രഹിച്ചത് എന്നാണ് പറയുന്നത്. ലൈഫ് അമിഡ്സ് നേച്ചർ. വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഗ്രേ ഗീവ്സ് അസ് ഓഫ് ദ ഈവനിങ് സീൻ. ഈ കവിതയിലെ സായാഹ്നം എത്ര മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ദ ഈവനിങ് സീൻ ഹാസ് എ മെലങ്കോളി സ്വീറ്റ്നെസ്. സായാഹ്ന രംഗത്തിന് വിഷാദത്തിൻ്റെ ഒരു മാധുര്യമുണ്ട്. ഇറ്റ് റിമൈൻഡ്സ് അസ് ഓഫ് മിൽട്ടൺസ് ഇൻ പെൻസറോസോ. ഇത് മിൽട്ടൻ്റെ ഈ പ്രതിപാദിച്ചിട്ടുള്ള ഈ കൃതിയെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വൈകുന്നേരത്തിൻ്റെ ഈ വിവരണം അല്ലെങ്കിൽ ഈ ചിത്രീകരണം മിൽട്ടൻ്റെ ഈ കൃതിയെ നമ്മളെ ഓർമ്മപ്പെടുത്തും. വൈൽ ദ മോർണിംഗ് സീൻ റിമൈൻഡ്സ് അസ് മിൽട്ടൺസ് എൽ അലിഗ്രോ. അതുപോലെ തന്നെ ഇതിലെ പ്രഭാതത്തിൻ്റെ വിശേഷണം അല്ലെങ്കിൽ അതിൻ്റെ ചിത്രീകരണം മിൽട്ടൻ്റെ മറ്റൊരു കൃതിയെ കൂടി നമ്മളെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്നു. ഫ്രയൽ മോണുമെൻറ്റ്സ് ഓഫ് ദ പുവർ. The villages have put up over the graves plain crosses. ഈ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ മരണപ്പെട്ടവരുടെ കുഴിമാടത്തിൽ സാധാരണ കുരിശുകൾ, പ്ലെയിൻ ക്രോസസ് എന്ന് പറഞ്ഞാൽ കുരിശാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ടവർ മരണശേഷം ശവക്കല്ലറയ്ക്ക് തലഭാഗത്തായിട്ട് കുരിശുകൾ സ്ഥാപിക്കുന്നു. അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾ സാധാരണ കുരിശുകൾ, അതായത് വലിയ വിലപിടിപ്പുള്ള കുരിശുകളല്ല, വെറും സാധാരണ കുരിശുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. The rich have raised splendid monuments over the dead. എന്നാൽ ധനികർ മരിച്ചവരുടെ കുഴിമാടത്തിൽ മനോഹരവും വിലപിടിപ്പും ഉള്ളതുമായ കുരിശുകളും സ്മാരകങ്ങളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. The paths of glory lead but to the grave. മഹത്വത്തിൻ്റെ വഴികൾ കല്ലറയിലേക്കാണ് നയിക്കുന്നത്. None can escape the jaws of death. മരണത്തിൽ രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ജോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ. ഷേക്സ്പിയറാണ് ആദ്യമായിട്ട് ഈ
വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ജോസ് ഓഫ് ഡെത്ത് പറഞ്ഞാൽ മരണത്തിൻ്റെ ഭീകരത അല്ലെങ്കിൽ ഭീകരമായ മരണം എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്നാണ്. നത്തിങ് ഇൻ ദ വേൾഡ് ക്യാൻ ബ്രിങ് ദ ഡെഡ് ബാക്ക് ടു ലൈഫ്. ലോകത്ത് ഒന്നിനും മരിച്ചവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതായത് മരണപ്പെട്ടു പോയ ആൾ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. അത് എന്ത് എഫേർട്ട് എടുത്താലും അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. Therefore the poet asked the wealthy not to laugh at the poor because they cannot raise costly monuments over the dead. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ നോക്കി ചിരിക്കരുതെന്ന് കവി സമ്പന്നരായ ആളുകളോട് ആവശ്യപ്പെടുകയാണ്. കാരണം അവർക്ക് സാധാരണക്കാരായ ആളുകളുടെ ശവകുടീരത്തിൽ വിലപിടിപ്പുള്ള സ്മാരകങ്ങൾ ഉയർത്താൻ കഴിയില്ല. അതായത് ധനികരായ ആളുകൾ വെച്ചതുപോലെയുള്ള വിലപിടിപ്പുള്ള മോണമെൻറ്റ്സ് ഒന്നും തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വെക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ അവരെ ഒരിക്കലും കളിയാക്കരുത് അല്ലെങ്കിൽ ആക്ഷേപിക്കരുത് എന്നാണ് കവി ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ലൈഫ് ഇൻ ഒബ്സ്ക്യൂരിറ്റി, അവ്യക്തമായ ജീവിതം. ഫോർ വാണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ദ വില്ലേജസ് ഡു നോട്ട് ഷൈൻ ഇൻ സൊസൈറ്റി. ഫോർ വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയെ അല്ലെങ്കിൽ ഒരു ശൈലിയാണ്. ദ ലാക്ക് ഓഫ്, ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെയും അവസരങ്ങളുടെയും അഭാവം മൂലം ഈ വില്ലേജിലെ ഗ്രാമവാസികൾക്ക് സമൂഹത്തിൽ ഉയർന്നു വരാനോ തിളങ്ങാനോ കഴിയുന്നില്ല. Otherwise they could have become a patriot like Hampden or a poet like Milton or a rebel like Cromwell. അല്ലായിരുന്നു എങ്കിൽ, അതായത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ലഭിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഹാംപ്ടനെ പോലെ ഒരു രാജ്യസ്നേഹിയോ അല്ലെങ്കിൽ മിൽട്ടനെ പോലെ ഒരു കവിയോ ക്രോംവെലിനെ പോലെ ഒരു വിമതനോ ഒക്കെ ആകാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായില്ല. ദേ ലൈവ് ഇൻ ഒബ്സ്ക്യൂരിറ്റി ആൻഡ് ഡൈഡ് അൺനോട്ടീസ്ഡ്. അവർ അവ്യക്തമായ ഒരു ജീവിതം നയിക്കുകയും അതുപോലെ തന്നെ ആരും അറിയപ്പെടാതെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. They are like precious stone lying buried in the sea caves or like sweet flowers blossoming and perishing in the desert unnoticed. അവർ കടൽ ഗുഹകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിലയേറിയ കല്ലുകൾ പോലെയാണ്, അല്ലെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നശിച്ചു പോകുന്ന മരുഭൂമിയിലെ സുന്ദരമായ പൂക്കളെ പോലെയാണ്. അതായത് കവിയുടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വില കൂടിയ കല്ലുകൾ, കടലിനടിയിൽ കിടക്കുന്ന വില കൂടിയ കല്ലുകൾ, ആ കല്ലുകൾ ആരും കാണാതെ പോകുമ്പോൾ അതിൻ്റെ മൂല്യം നമുക്ക് ഉപകാരപ്പെടുന്നില്ല അല്ലെങ്കിൽ ഉപയോഗത്തിൽ വരുന്നില്ല. അവ എപ്പോഴാണോ നമുക്ക് ലഭ്യമാവുന്നത് അപ്പോഴാണ് അതിൻ്റെ മൂല്യം നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് സ്വീറ്റ് ഫ്ലവേഴ്സ് ബ്ലോസമിങ് ആൻഡ് പെരിഷിങ്. സുന്ദരമായ നല്ല സുഗന്ധമുള്ള പൂക്കൾ, ഒരുപാട് പൂക്കൾ ഒരു സ്ഥലത്ത് വിരിഞ്ഞിരിക്കുന്നു. പക്ഷേ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത്, ഒരു മരുഭൂമിയിൽ പൂക്കൾ വിരിഞ്ഞത് ആരും കാണപ്പെടാതെ പോകുന്നു. അത് വിരിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അതുപോലെയാണ് ഈ ഗ്രാമീണരും. അവരുടെ ഇടയിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവർ ജനിക്കുകയും ജീവിക്കുകയും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്. ദ പോയറ്റ് ഫീൽസ് ഇൻ എ വേ കൺസോൾഡ്. ഇൻ എ വേ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ. ദ പോയറ്റ് മറ്റൊരു വിധത്തിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. ഇതേ അവസരത്തിൽ തന്നെ കവി മറ്റൊരു വിധത്തിൽ ആശ്വാസം കൊള്ളുന്നു. ഫാർ ഫ്രം ദ കോമ്പറ്റേറ്റീവ് സ്ട്രഗിൾ ആൻഡ് റിവൽറി ഓഫ് മാഡിങ് ക്രൗഡ് പ്രാക്ടീസിങ് വൈൽസ് ഫോർ ഗെയിൻസ് ആൻഡ് ഫേവർ ദ വില്ലേജസ് ലീഡ് എ പീസ്ഫുൾ ലൈഫ്. നിത്യജീവിതത്തിലെ മത്സര പോരാട്ടങ്ങളിൽ, കോമ്പറ്റേറ്റീവ് സ്ട്രഗിൾ മത്സരബുദ്ധിയുള്ള അല്ലെങ്കിൽ ശ്രമങ്ങളിൽ, ആൻഡ് റിവർലി ഓഫ് മാഡിങ് ക്രൗഡ്. മാഡിങ് ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് നേരെ എതിരായിട്ട്, അതായത് സിറ്റി പീപ്പിളിനെ ഉദ്ദേശിച്ചാണ്. അതായത് സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം സാംസ്കാരികമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ നേട്ടങ്ങൾക്കും പ്രീതിക്കും വേണ്ടി വൈൽസ് എന്ന് പറഞ്ഞാൽ ചതിപ്രയോഗം നടത്തുന്നു. ഗെയിൻ ആൻഡ് ഫേവർ. ഗെയിൻ എന്ന് പറഞ്ഞാൽ വിജയം,
ഈ ആളുകൾ സിറ്റി പീപ്പിൾ അല്ലെങ്കിൽ അത്യാവശ്യം സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ വില്ലേജേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ചതിപ്രയോഗങ്ങൾ നടത്താൻ തയ്യാറാകുന്നവരാണ്. എന്നാൽ ദ വില്ലേജേഴ്സ് ലീഡ് എ പീസ്ഫുൾ ലൈഫ്. ഇവരിൽ നിന്ന് വ്യത്യസ്തമായി വില്ലേജേഴ്സ് വളരെ ശാന്തമായ അല്ലെങ്കിൽ സമാധാനപരമായ ഒരു ജീവിതം നയിക്കുന്നു. ആ കാര്യത്തിൽ കവി ആശ്വാസം കൊള്ളുകയാണ്. Memorable lines and phrases oft quoted are the lines, "The paths of glory lead but to the grave, the many a flower is born to blush and sin." The phrases short and simple, annals of the poor and far from the madding crowd have been absorbed into the English language. അതായത് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വരികളാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഒരുപാട് ഓർമ്മിക്കാവുന്ന, അതായത് ഓർമ്മിച്ച് വയ്ക്കാവുന്ന വരികളാണ്. ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല എസ്സേ റൈറ്റിങ്ങിൽ ഈ വരികൾ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ ഇവ ഉപയോഗിച്ച് നമുക്ക് ഈ മെമ്മറബിൾ ലൈൻസ് ആൻഡ് ഫ്രേസസ് എന്ന രീതിയിൽ ഒരു പാരഗ്രാഫ് എഴുതി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതർ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ്, മറ്റു ശ്രദ്ധേയമായ സവിശേഷതകൾ ഇതിൽ ദ റൈം ആൻഡ് ദ റിതം ആൻഡ് ദ ലിക്വിഡ് കോൺസോണൻസ് ആഡ് ദ ടു ദ മ്യൂസിക്കാലിറ്റി ഓഫ് ദ പോയം. പ്രാസവും താളവും മറ്റു വ്യഞ്ജനാക്ഷരങ്ങളും കവിതയുടെ സംഗീതത്തെ വർദ്ധിപ്പിക്കുന്നു. സംഭാഷണത്തിൻ്റെ രൂപത്തിൽ ദ പോയം അബൗണ്ട്സ് ഇൻ ഫിഗർ ഓഫ് സ്പീച്ച്. സംഭാഷണത്തിൻ്റെ രൂപത്തിൽ കവിത നിറഞ്ഞിരിക്കുന്നു. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് വിശേഷണം, അലിറ്ററേഷൻസ്, അസോനൻസ്, ഓണോമറ്റോഫിയ, പേഴ്സണിഫിക്കേഷൻസ്, മെറ്റഫോർ, ഇതെല്ലാം ഇതിൽ ഉപയോഗിച്ചിട്ട് ഉള്ളതാണ്. ഇവ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എസ്സേ റൈറ്റിങ്ങിൽ ഇതൊക്കെ ഇത്തരം രീതിയിൽ നമുക്കൊരു പാരഗ്രാഫ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷനാണ്. ദ ഇമേജസ് ആർ ഫെമിലിയർ. ചിത്രങ്ങൾ പരിചിതമാണ്. ദ സെൻറ്റിമെൻറ്റ്സ് ആർ അവർ ഇൻ ജനറൽ. വികാരങ്ങൾ പൊതുവെ നമ്മുടേതാണ്. ദ പോയം അപ്പീൽസ് ടു ഹാർട്ട്. കവിത ഹൃദയത്തോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ റിവിഷൻ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സമ്മറിയാണ്. ഗ്രേ begins by comparing the frail monuments of the poor with the costly memorials of the rich people. കവി ദരിദ്രരുടെ ദുർബലമായ സ്മാരകങ്ങളെ സമ്പന്നരുടെ വിലയേറിയ സ്മാരകങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. He takes this opportunity to reflect on the emptiness of the earthly life. ലൗകിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെ പ്രതിഫലിപ്പിക്കാൻ കവി ഈ അവസരം ഉപയോഗിക്കുന്നു. He reflects on the meaninglessness of the costly monuments for the dead. മരിച്ച വ്യക്തികൾക്കായി സ്ഥാപിക്കുന്ന വിലയേറിയ സ്മാരകങ്ങളുടെ അർത്ഥശൂന്യതയെയും അനാവശ്യകതയെയും അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. He notices how the poor for want of education and opportunity remain poor though they have sufficient talents. മതിയായ കഴിവുകളും ഉണ്ടായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെയും അവസരങ്ങളുടെയും അഭാവം മൂലം ഈ ഗ്രാമീണർ ദരിദ്രരായി കഴിയുന്നത് അദ്ദേഹം വീക്ഷിക്കുന്നു. He finds consolation in saying that the poor are at least free from the pride, power struggle and unhealthy competition, which is an infestation among the rich. എന്നാൽ ഈ ഗ്രാമീണർ അഹങ്കാരം, പവർ സ്ട്രഗിൾ, അധികാരതർക്കം ആൻഡ് അൺഹെൽത്തി കോമ്പറ്റീഷൻ, അനാരോഗ്യകരമായ മത്സരം എന്നിവയിൽ നിന്നെല്ലാം
മുക്തരാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം സമ്പന്നരുടെ ഇടയിൽ ഒരു ശല്യമാണ്. ഇൻഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യമാണ്. അതായത് ധനികരായ ആളുകൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവരാണ്. ഹി ദസ് ചാമ്പ്യൻസ് ദ കോസ് ഓഫ് ദ പുവർ പീപ്പിൾ. ഇക്കാര്യത്തിൽ അദ്ദേഹം പാവപ്പെട്ടവരുടെ പക്ഷം പിടിക്കുന്നു. അതായത് പാവപ്പെട്ടവരുടെ ഭാഗത്താണ്, സാധാരണക്കാരുടെ ഭാഗത്താണ് കവി നിൽക്കുന്നത്. കാരണം അവർ ഇത്തരം ദുഷ്പ്രവൃത്തികളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. പിന്നെ എസ്സേ ആണ് കൊടുത്തിട്ടുള്ളത്, ഇൻട്രൊഡക്ഷൻ. ഗ്രേ വാസ് ബോൺ ഇൻ ദ 18th century. 18ാം നൂറ്റാണ്ടിലാണ് ഗ്രേ ജനിച്ചത്. ഇറ്റ് വാസ് കാൾഡ് ദ ക്ലാസിക്കൽ ഏജ്. ഈ കാലഘട്ടം ക്ലാസിക്കൽ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഇൻഡിഫറൻറ്റ് ടു ദ പുവർ. പാവപ്പെട്ടവരോട് ഒരു ഉദാസീന മനോഭാവം പുലർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ സാധാരണക്കാരോടുണ്ടായിരുന്ന പെരുമാറ്റം ഈ രീതിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് നെഗ്ലക്റ്റഡ് ദ ഹംബിൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൻ്റെ എളിയ വശങ്ങളെ അത് അവഗണിച്ചു. നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, നിരാകരിക്കുക എന്നൊക്കെയാണ്. ബട്ട് ഗ്രേ ഇൻ ദ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ഐഡൻറ്റിഫൈസ് ഹിംസെൽഫ് വിത്ത് ദ പുവർ. എന്നാൽ തോമസ് ഗ്രേ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന കവിതയിൽ അദ്ദേഹം ഈ പാവപ്പെട്ടവരുടെ കൂടെയാണെന്ന് വെളിപ്പെടുത്തുന്നു, അവരോട് യോജിച്ച് നിൽക്കുന്നു. The frail monuments of the poor and the costly memorials of the rich. The poet is found alone in the churchyard at Stockpogis as the night falls. സന്ധ്യയിൽ ഇരുട്ട് വീണു തുടങ്ങുന്ന സമയത്ത് സ്റ്റോക്ക് പോഗിസിലെ ചർച്ച്യാർഡിൽ കവിയെ കാണുന്നു. In one part of the churchyard are some elms and yew trees. ചർച്ച്യാർഡിൻ്റെ ഒരു ഭാഗത്ത് വലിയ മരങ്ങൾ, എൽംസ്, യു എന്നീ പേരുള്ള ആ പ്രദേശത്ത് കാണപ്പെടുന്ന മരങ്ങളായിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ, വളർന്നു നിൽക്കുന്നു. The root forefathers of the hamlet lie buried under the trees, each in his cell. ആ ഗ്രാമത്തിലെ പുരുഷമായ പൂർവികർ ആ മരങ്ങൾക്കിടയിൽ ഓരോരുത്തരുടെയും ശവക്കല്ലറയിൽ കിടക്കുകയാണ്. The villagers have put up over the graves plain crosses or simple tombstones with uncouth rhymes and shapeless sculptures. ഗ്രാമീണർ ആ കല്ലറകൾക്ക് മീതെ കുരിശുകളും സാധാരണ ടോംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ലറകൾക്ക് മീതെ സ്ഥാപിക്കുന്ന കല്ലുകൾ, വികൃതമായ എഴുത്തുകളും കൊത്തുപണികളുമുള്ള സ്മാരക ശിലകളും സ്ഥാപിച്ചിട്ടുണ്ട്. The frail monuments raised by the poor over the dead can in no way compare with the costly monuments erected by the rich over the dead. ദരിദ്രർ സ്ഥാപിച്ചിട്ടുള്ള ഈ ദുർബലമായ സ്മാരകങ്ങൾ ഒരു തരത്തിലും ധനികർ മരിച്ചവരുടെ കല്ലറയിൽ സ്ഥാപിച്ചിട്ടുള്ള വില കൂടിയ സ്മാരകങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. Emptiness or earthly life. ലൗകിക ജീവിതത്തിൻ്റെ വ്യർത്ഥത. Gray reflects upon the emptiness of unhealthy earthly life. കവി ലൗകിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെ സൂചിപ്പിക്കുന്നു. The rich too will have to die. സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലുള്ളവർക്കും ഒരു ദിവസം മരണത്തെ പുൽകേണ്ടി വരും. Even men of noble birth and high authority cannot escape the jaws of death. ഉന്നത കുലത്തിൽ പിറന്നവർക്കും ഉയർന്ന അധികാരം കൈയാളുന്നവർക്ക് പോലും മരണത്തിൻ്റെ അനിവാര്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. Birth, power, beauty and wealth will have to submit to death. ജനനം, ശക്തി, സൗന്ദര്യം, സമ്പത്ത് എന്നിവയെല്ലാം മരണത്തിന് സമർപ്പിക്കേണ്ടി വരും.
The paths of glory lead but to the grave. മഹത്വത്തിൻ്റെ വഴികൾ കല്ലറയിലേക്ക് നയിക്കുന്നു. Gray asked the rich not to look down on the poor because they can raise no costly monuments over the dead. മരിച്ചവരുടെ കല്ലറയിൽ വില കൂടിയ സ്മാരകങ്ങൾ സ്ഥാപിക്കാത്തതിൻ്റെ പേരിൽ സാധാരണക്കാരെ വില കുറച്ച് കാണരുത് എന്ന് കവി ധനികരോട് ആവശ്യപ്പെടുന്നു. മരണത്തിൽ എല്ലാവരും സമന്മാരാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. Meaninglessness of costly monuments. Gray brings out the meaninglessness of costly monuments over the dead. മരിച്ചവരുടെ കല്ലറയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വില കൂടിയ സ്മാരകങ്ങളുടെ അർത്ഥശൂന്യത കവി വെളിപ്പെടുത്തുന്നു. Once the life is gone, nothing in the world can bring the dead back to life. Not even the carved urn or the chiseled statue. ഒരിക്കൽ മരണപ്പെട്ടാൽ ലോകത്തൊരു ശക്തിക്കും ആ മരിച്ച വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. കൊത്തുപണി ചെയ്ത ചിതാഭസ്മ കുംഭത്തിനോ ചെത്തുമിനുക്കിയ പ്രതിമയ്ക്കോ അത് സാധ്യമല്ല. ഡെത്ത് ഈസ് എ ലവലർ ഓഫ് മാൻ-മെയ്ഡ് ഡിസ്റ്റിങ്ഷൻ. മരണം മനുഷ്യനിർമ്മിതമായ അന്തരത്തെ ഏകീകരിക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് മരണത്തിൽ പാവപ്പെട്ടവനും ധനികനും സമന്മാരാണ് എന്ന് സ്ഥാപിക്കുകയാണ് കവി. മരണം അവരെ ഒരേ രീതിയിൽ ഏകീകരിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് കവി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. The worth and promise of peasants. Gray imagines that perhaps in that obscure corner lies buried a villager with a rebellious spirit of Hampton who protested against unjust taxes, or a villager with the dauntless courage of Cromwell who opposed the royal forces, or a rustic with the poetic genius of Milton. കവി സങ്കല്പിക്കുന്നു, ഈ മണ്ണിനടിയിൽ കിടക്കുന്നവരിൽ അന്യായമായ നികുതിക്കെതിരെ വിമത മനോഭാവത്തോടെ പോരാടിയ ഹാംപ്ടൺ. അൺജസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായ നികുതി. വിമത മനോഭാവത്തോടെ പോരാടിയ ഹാംപ്ടനെ പോലെ ഒരാളുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ രാജകീയ ശക്തികളെ നിർഭയമായി എതിർത്ത ക്രോംവെല്ലിനെ പോലെ ഒരാൾ, അതുമല്ലെങ്കിൽ മിൽട്ടനെ പോലെ കാവ്യപ്രതിഭയുള്ള ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം. ഈ മരണപ്പെട്ടു പോയ ആളുകളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഫോർ വാണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ദേ ലൈവ്ഡ് ഇൻ ഒബ്സ്ക്യൂരിറ്റി ആൻഡ് ഡൈഡ് അൺനോട്ടീസ്ഡ്. വിദ്യാഭ്യാസത്തിൻ്റെയും അവസരങ്ങളുടെയും അഭാവം കാരണം അവർ അവ്യക്തമായ ഒരു ജീവിതം നയിക്കുകയും ആരും അറിയപ്പെടാതെ മരണപ്പെട്ടു പോവുകയും ചെയ്തു. Free from pride, power struggle and unhealthy competition, the poet finds consolation among these unhappy thoughts. ഈ അസന്തുഷ്ടമായ ചിന്തകളിൽ നിന്നും കവി ആശ്വാസം കണ്ടെത്തുന്നു. The poor have not performed great achievements, but they have committed no crimes. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവർ വലിയ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടില്ലെങ്കിലും അവർ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടില്ല. They have not been guilty of shedding blood to achieve their political ambition. അവർ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടില്ല. They have not used their poetic talent for flatter those in power and pelf to win patronage or favor. അവർ അവരുടെ കാവ്യാത്മകമായ കഴിവ് അധികാരത്തിലിരിക്കുന്നവരെ പുകഴ്ത്താൻ വേണ്ടി ഉപയോഗിച്ചില്ല. അതുപോലെ അവാർഡ് ലഭിക്കാനായി സമ്പത്തും ചെലവഴിച്ചില്ല. ഫ്ലാറ്റർ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, അതുപോലെ തന്നെ പെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത്, പെട്രോനേജ് എന്ന് പറഞ്ഞാൽ അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം.
They pass their lives in obscurity, but they dwell far away from the madding crowd and journey down the valley of life unknown to fame and vice, but lie in peace and contentment. അതുപോലെ അവ്യക്തമായൊരു ജീവിതമാണ് അവർ നയിച്ചതെങ്കിലും തിന്മ കൈമുതലായുള്ള ജനസമൂഹത്തിൽ നിന്ന് അവർ അകന്നു നിന്നു. അതായത് ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന ആ സെൻറ്റൻസിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ നിന്ന് അവർ അകന്നു നിന്നു. കൂടാതെ അജ്ഞാതമായ ജീവിതത്തിൻ്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുകയും സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിക്കുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് തന്നെ കവി ആശ്വാസം കണ്ടെത്തുകയാണ്. കാരണം ധനികരായ ആളുകളിൽ നിന്നും ഇവർ എപ്രകാരമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അവർക്കുണ്ടായിരുന്ന ആ സിൻസിയറിറ്റി അതിൻ്റെ പേരിൽ അദ്ദേഹം ആശ്വാസം കൊള്ളുകയാണ്. കൺക്ലൂഷൻ. തോമസ് ഗ്രേ ഈസ് ദസ് എ സ്റ്റൗട്ട് ചാമ്പ്യൻ ഓഫ് ദ പുവർ. ഈ വിധത്തിൽ കവി ദരിദ്രരുടെ ശക്തനായ ഒരു വക്താവാണ്. ഹൗ ഹ്യൂമൺ ദ പോയറ്റ് ഈസ്. കവി എത്ര വലിയ മനുഷ്യനാണ്. വാട്ട് എ ഡീപ്പ് ഇൻസൈറ്റ് ഹി ഹാസ് ഇൻ ടു ഹ്യൂമൻ നേച്ചർ. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് എന്തൊരു ഉൾക്കാഴ്ചയാണ് അദ്ദേഹത്തിന് ഉള്ളത്. കഴിഞ്ഞിട്ട് പിന്നെ ടെർമിനൽ എക്സസൈസ് എന്ന് പറഞ്ഞ സപ്ലിമെൻ്ററി മെറ്റീരിയൽസ് ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രൈബ് ദ ഈവനിങ് സീൻ അറ്റ് സ്റ്റോക്ക് പോഗീസ്. തോമസ് ഗ്രേ ഈസ് ലെഫ്റ്റ് അലോൺ ഇൻ ദ ചർച്ച്യാർഡ് അറ്റ് സ്റ്റോക്ക് പോഗീസ്. കവി സ്റ്റോക്ക് പോഗീസിലെ ചർച്ച്യാർഡിൽ ഇരിക്കുന്നു. ദ സൺ സെറ്റ്സ്. സൂര്യൻ അസ്തമിക്കുന്നു. ഡാർക്ക്നെസ് ഫാൾസ് ഓവർ ദ ലാൻഡ്സ്കേപ്പ്. ആ പ്രദേശമാകെ ഇരുട്ട് വീഴാൻ തുടങ്ങുന്നു. എവറിത്തിങ് ഈസ് സ്റ്റിൽ എക്സെപ്റ്റ് ഫോർ ദ ഡ്രോണിങ് ഓഫ് ദ ബീറ്റിൽ, the tingling sound of the cattle bell and the hooting of the owl. വണ്ടിൻ്റെ മൂളക്കവും കന്നുകാലികളുടെ കഴുത്തിലെ മണിക്കിലുക്കവും മൂങ്ങയുടെ മൂളക്കവും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ശാന്തമാണ്. The loneliness and the stillness add to the solemn atmosphere of the churchyard. ഈ നിശബ്ദത ആ പ്രദേശത്ത് ഒരു മ്ലാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആ കവി ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ സന്ധ്യാനേരത്തെ വർണ്ണനയാണ് ഇവിടെ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ചുരുങ്ങിയ വാക്കിൽ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് യൂസ്ഫുൾ ടോയിൽ ആൻഡ് ഹോംലി ജോയ്സ് ഓഫ് ദ പുവർ റസ്റ്റിക്സ്. തോമസ് ഗ്രേ ഡിസ്ക്രൈബ്സ് ദ ലൈഫ് ലെഡ് ബൈ ദ റസ്റ്റിക്സ് ഫ്രം ഏർലി മോർണിംഗ് till നൈറ്റ്. ഗ്രാമീണരുടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ജീവിതം കവി വിവരിക്കുന്നു. The sweet smelling morning breeze wakes them up from the lovely bed. അതിരാവിലത്തെ സുഗന്ധമുള്ള കാറ്റ് അവരെ കിടക്കയിൽ നിന്നും ഉണർത്തുന്നു. They hear the warbling of the skylark in the morn, the crowing of the cook in the barn, and the blowing of the hunter's horn. ഒരു സ്കൈലാർക്കിൻ്റെ മധുരമുള്ള പാട്ട്, കളപ്പുരയിൽ നിന്നും ഒരു പൂവൻ കോഴിയുടെ കൂകൽ, ഒരു വേട്ടക്കാരൻ്റെ കൊമ്പുവിളിയും അവർ കേൾക്കുന്നു. അതായത് രാവിലെ ആ വില്ലേജിലെ ജനങ്ങൾ ഉണരുമ്പോഴുണ്ടാകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിനെ അദ്ദേഹം വിവരിച്ചതാണ്. They plough the field, reap the corn and cut down trees. അവർ വയലിൽ ഉഴുതുമറിക്കുന്നു. പ്ലോ എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുക. ചോളം കൊയ്യുന്നു. റീപ്പ് പറഞ്ഞാൽ കൊയ്യുക. മരങ്ങൾ മുറിക്കുന്നു. The women folk prepared the evening meals.
സ്ത്രീകൾ രാത്രി ഭക്ഷണം തയ്യാറാക്കുന്നു. ദ ഹസ്ബൻഡ് റിട്ടേൺ ഹോം. ഭർത്താക്കന്മാർ, പുരുഷന്മാരായിട്ടുള്ള ആളുകൾ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്നു. ദ ചിൽഡ്രൻ റഷ് ടു ദ ഫാദേഴ്സ് ആൻഡ് ക്ലൈംബ് ദർ നീസ് ടു ബി കിസ്ഡ് ബൈ ദം. കുട്ടികൾ അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കാലിൽ തൂങ്ങുന്നു, അവരുടെ അച്ഛന്മാർക്ക് ചുംബിക്കാൻ വേണ്ടി. അതായത് കുട്ടികൾ വൈകുന്നേരം അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു, അവരെ ചുംബിക്കുന്നു. ആ ഒരു രംഗമാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. Bring out the autobiographical elements in the elegy. കവിതയിലെ ആത്മകഥാപരമായ ഘടകങ്ങൾ പുറത്തു കൊണ്ടുവരിക. The poem has autobiographical echoes. ഈ കവിതയ്ക്ക് ആത്മകഥാപരമായ ഒരു ധ്വനിയുണ്ട്. ഗ്രേ ആൻറ്റിസിപ്പേറ്റ്സ് ഹിസ് ഡെത്ത്. കവി സ്വന്തം മരണം മുൻകൂട്ടി കാണുന്നു. He imagines that some aged rustic might describe his daily round of activities like seeing the sunrise in the morning, lying beneath the shady tree at noon, and speaking to himself of his fancies. അദ്ദേഹം സങ്കല്പിക്കുന്നു, പ്രായമായ ഗ്രാമീണർ ഒരു പക്ഷേ വിവരിച്ചേക്കാം അവരുടെ ദൈനംദിന പ്രവൃത്തികൾ. രാവിലെ പ്രഭാതം കാണുന്നു, ഉച്ചയ്ക്ക് തണൽ മരത്തിൻ്റെ അടിയിൽ കിടക്കുന്നു, എന്നിട്ട് അവരുടെ ഭാവനയെപ്പറ്റി അവർ സ്വയം സംസാരിക്കുന്നു. In his own epitaph, he says of himself that he was a youth without pelf and fame. അദ്ദേഹത്തിൻ്റെ സ്വന്തം ശിലാഫലകത്തിൽ അദ്ദേഹം പറയുന്നു, അതായത് ഈ കവിതയുടെ അവസാനത്തെ 12 വരിയിൽ അദ്ദേഹം വിവരിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഒരു സമ്പത്തും പ്രശസ്തിയുമില്ലാത്ത യുവാവായിരുന്നു. He says himself that he was a youth without pelf and fame. He was of humble birth, but he was learned. അവൻ വളരെ ഉദാരവാനായിരുന്നു. അവൻ എളിമയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു, അവൻ പഠിച്ചു. He was very generous. അവൻ വളരെ ഉദാരവാനായിരുന്നു. He gave away everything with him to the poor. അവനുള്ളതെല്ലാം അവൻ പാവപ്പെട്ടവർക്കായി നൽകി. He was glad to have a sincere friend. ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനെ ലഭിച്ചതിൽ അവൻ സന്തോഷവാനായിരുന്നു. Bring out the difference between Gray's elegy and the elegy in the true senses of the word. തോമസ് ഗ്രേയുടെ ഈ എലജി ശരിക്കുള്ള എലജിയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വിവരിക്കുക. An elegy is a song of mourning or lamentation. എലജി എന്ന് പറയുന്നത് ദുഃഖത്തെയോ വിലാപത്തെയോ ഉൾക്കൊള്ളുന്ന കാവ്യരൂപമാണ്. It laments a dead person, as in Milton's Lycidas, Shelley's Adonais, Arnold's Thyrsis, and Tennyson's In Memoriam. മിൽട്ടൻ്റെ ലൈസിഡാസ്, ഷെല്ലിയുടെ അഡോണൈസ്, അർണോൾഡിൻ്റെ തേർസിസ്, അതുപോലെ ടെന്നിസൻ്റെ ഇൻ മെമ്മോറിയം എന്നിവയിലെന്ന പോലെ അത് ഒരു വ്യക്തിയുടെ മരണത്തിൽ വിലപിക്കുന്നു. എന്നാൽ എന്നിവയിലെല്ലാം ഒരു വ്യക്തിയുടെ മരണത്തിലാണ് ഈ കാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത്. Gray's poem has neither the elegiac form nor does it mourns the death of an individual. എന്നാൽ ഗ്രേയുടെ എലജിക്ക് ഒരു എലജിയുടെ ഘടനയോ രൂപമോ ഇല്ല. അത് ഒരു വ്യക്തിയുടെ മരണത്തിൽ വിലപിക്കുന്നുമില്ല. It is more a manifestation of the poet's regret at the unrecognized merit and tragic waste of undeveloped potential of the rustics than an elegy in the true sense of the word.
ഒരു എലജിയുടെ യഥാർത്ഥ രൂപത്തേക്കാൾ ഈ കവിത ഗ്രാമീണരുടെ തിരിച്ചറിയപ്പെടാതെ പോയ യോഗ്യതയിലും അവികസിത സാധ്യതകളുടെ ഒരു ദുരന്ത മാലിന്യങ്ങളിലും കവി ദുഃഖിക്കുന്നതിൻ്റെ ഒരു ആവിഷ്കാരമാണ്. ഇറ്റ് commemorates not the illustrious dead but the humble country folk. ഇത് ഓർമ്മിക്കുന്നത് മരണപ്പെട്ടു പോയ പ്രശസ്ത വ്യക്തികളെയല്ല, മറിച്ച് രാജ്യത്തെ വിനീതരായ സാധാരണക്കാരെയാണ്. ഇത്രയുമാണ് ഈ കവിതയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ 5-ാമത്തെ പേജിൽ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ള മെമ്മറബിൾ ലൈൻസ് ആൻഡ് ഫ്രൈസസ്, അതുപോലെ തന്നെ അതർ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ്, ഇത് രണ്ടും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാൽ ഇതുപയോഗിച്ച് എസ്സേ റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് നല്ലൊരു പാരഗ്രാഫ് എഴുതി ഉണ്ടാക്കാൻ പറ്റും. അതിലുപയോഗിച്ചിട്ടുള്ള മെമ്മറബിൾ ലൈൻസ് ആൻഡ് ഫ്രൈസസ് കവി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രേസുകളും അതുമാണ്. അത് 3-4 ഫ്രേസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപയോഗിച്ചൊരു നല്ലൊരു പാരഗ്രാഫ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ മറ്റു വൃത്തം അതുപോലെയുള്ള മറ്റു നമ്മൾ മലയാള കവിതയിലൊക്കെ തന്നെ കാണുന്ന പോലെയുള്ള കുറച്ച് പിന്നെ റൂൾസും ഇതുമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപയോഗിച്ചും നമുക്കൊരു പാരഗ്രാഫ് പ്രത്യേകം എഴുതി ഉണ്ടാക്കാൻ പറ്റും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.